ഹലോ എവരിവൺ, ഏണസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSCയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം SSCയുടെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ SSCയുടെ വെൻഡർ എക്സാംസ് നടത്തുന്ന വെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ TCS ആയിരുന്നു എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വെൻഡറാണ് നമ്മുടെ ഈ വർഷത്തെ എക്സാംസ് SSCയുടെ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ പുതിയ പാറ്റേണിൽ എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതേപോലെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് സ്റ്റുഡൻസിന് നേരിടേണ്ടി വന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന റിവ്യൂ അനുസരിച്ച് 10th 12th ഡിഗ്രി ഇങ്ങനെ 3 ലെവലായിട്ടാണ് ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാംസ് നടക്കുന്നത്. അതിൽ 10th ലെവലിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് തികച്ചും ഈസി ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ TCSന്റെ എക്സാം പാറ്റേൺ ഇങ്ങനെ ഈസി ആയിരുന്നു, അതുകൊണ്ട് CGLന്റെ അടക്കം കട്ട് ഓഫ് വളരെ ഉയർന്നു വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അവർക്കെതിരെ വന്നത്. ഇപ്പോൾ ഇവിടെയും സെയിം കേസാണ് വരുന്നത്. കാരണം 10th ലെവലിൻ്റെ എക്സാം വളരെ ഈസി ആയിരുന്നു, വളരെ നിലവാരം കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള രീതിയിലാണ് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് വന്നേക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് വളരെ ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരുടെ അവസരമാണ് അവിടെ മിസ്സായി പോകുന്നത്. അപ്പം 12th ലെവലിലേക്ക് വരുമ്പോൾ മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതായത് നമ്മൾ മാത്സിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ലോഗരിതം വെച്ച്, അതേപോലെ പ്രോബബിലിറ്റി, അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു. അതേപോലെ GKയും GSും ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. കാരണം SSC ഇത്രയും നാള് അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരുന്നില്ല. GKയിൽ നിന്നായാലും സയൻസിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്നായാലും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം SSCയിൽ കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ GKയിലും GSലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ടെൻഷനാണ് ഉണ്ടാകുന്നത്. അതായത് ഇനി എന്ത് ചെയ്യും, ഇപ്പോൾ CGL വരാൻ പോകുന്നു, MDS വരാൻ പോകുന്നു, CHSL വരാൻ പോകുന്നു, അപ്പം നമ്മൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും എന്നൊക്കെ ഒരു ടെൻഷനാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണ് ഫോളോ ചെയ്തു വന്നത്? നമ്മൾ PYQs ആയിരുന്നു കൂടുതൽ ഫോളോ ചെയ്തു വന്നത്. പക്ഷേ ഇനി അത് പോരാ. നമ്മൾ PYQ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഈ പുതിയ പാറ്റേൺ കൂടി നമ്മൾ പുതിയ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള ആപ്പുകളിലൊക്കെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ GKയും GSും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളത് റിവിഷൻ ചെയ്യാൻ പോകുന്ന ടൈമിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഓരോ ഏരിയാസ് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്സ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പുതിയ എക്സാമിലെ പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നീട് വന്ന കുറേ കംപ്ലൈൻറ്റ്, അതായത് നമ്മുടെ എക്സാം സെൻറ്ററിൽ പ്രോപ്പറായിട്ടൊരു സെക്യൂരിറ്റി ചെക്കിങ് ഇല്ലായിരുന്നു. അതേപോലെ എക്സാം സെൻറ്റർ വന്നത് ഒരുപാട് ദൂരെയായിരുന്നു. അതായത് നമ്മളുടെ സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയായിട്ടാണ് നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വന്നത്. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ എക്സാം സെൻറ്ററിൽ ടൈമിൽ എത്താൻ പറ്റിയില്ല. അതേപോലെ സിറ്റി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. അതേപോലെ ടെക്നിക്കൽ ഇഷ്യൂസ്, നമ്മൾ എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടെക്നിക്കൽ ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. അതേപോലെ പവർ കട്ട്, അങ്ങനെ ടെക്നിക്കൽ എറേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ നേരിടേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ ചെല്ലുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് നമ്മുടെ സിസ്റ്റം ഒന്ന് ഓഫ് ആയാൽ തന്നെ നമ്മളൊന്ന് ടെൻഷനാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾ മൈൻഡിൽ ഓർത്തുകൊള്ളുക. അപ്പോൾ നിങ്ങൾ വെറുതെ പാനിക്കായിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ നിങ്ങൾ കൂളായിട്ട് തന്നെ ഇരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മൈൻഡിൽ ഓർത്തിരിക്കുക. അതേപോലെ ചില എക്സാംസ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. പല കാരണങ്ങൾ കൊണ്ട് ചില സെൻറ്റേഴ്സിൽ നടന്ന എക്സാംസ് ക്യാൻസൽ ചെയ്തു. ചില എക്സാംസ് പറഞ്ഞ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ എക്സാംസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിലെങ്കിലും ഇവർക്കിതൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മാറി എന്ന് കരുതി നമ്മൾ പഠിച്ചതൊന്നും വേസ്റ്റായി പോകില്ല. നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ പുതിയ പാറ്റേൺ ഒന്ന് നിങ്ങളൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും SSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പുതിയ പാറ്റേൺ വരുന്ന മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ പരിചയമാവും. അപ്പം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ആവേണ്ട കാര്യം വരുന്നില്ല. GKയും GSും ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഗൂഗിളിലൊക്കെ നോക്കി, അല്ലെങ്കിൽ വേറെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം CGL ആയാലും ഇനി വരുന്ന MDSും CHSLും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കും. ഇപ്പം നമുക്ക് സെലക്ഷൻ പോസ്റ്റ് എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇപ്പം എന്താണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അത് മൈൻഡിൽ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ SSC RRBക്ക് ആയിട്ട് ഓഫ്ലൈൻ ബാച്ചസ് റണ്ണിങ് ആണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.